ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ സംസ്കാരം നടത്തിയ പുത്തുമലയിലെ ഹാരിസൺ മലയാളം ഭൂമി വേലികെട്ടി തിരിക്കും. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നു. അതുതന്നെയാണ് ദുരന്തത്തിൽ കാണാതായ ആളുകളുടെ പട്ടിക തയ്യാറാക്കുന്നത് ഇന്നത്തോടെ അവസാനിക്കുമെന്നറിയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ മുണ്ടക്കയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, പറയൂ. SKN നമ്മൾ ഇന്ന് ഒരു വാർത്ത നൽകിയിരുന്നു. അത് ഹരിദാസന്റെ വാർത്തയാണ്. ഹരിദാസന്റെ വാർത്ത വളരെ വേദനിപ്പിക്കുന്നതാണ്. ഹരിദാസന്റെ മൃതദേഹം അവിടെ കിടക്കുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് അത് ജീർണാവസ്ഥയിലായിരുന്നു മൃതദേഹം. അത് സംസ്കാര ചടങ്ങുകൾ നടത്തി. അങ്ങനെ അവിടെ വെച്ച് വളരെ വൈകാരികമായി തന്നെ ഹരിദാസന്റെ സഹോദരന്മാരായ അരുണും അനിലും വന്ന് അവിടെ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച, 176 നമ്പറിൽ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഇന്നത് വാർത്തയായി സ്റ്റോറിയായി നൽകിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് കണക്കിലെടുക്കുന്നത്. സ്വാഭാവികമായി ഇനിയും ആരുടെയെങ്കിലും ഒക്കെയോ ഉറ്റവരോ ഉടയവരോ ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആ മേഖല കൃത്യമായൊരു സ്മാരകമായി തന്നെ സംരക്ഷിക്കണം. ബന്ധുക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉറ്റവർ ഇവിടെയുണ്ട്, അവരെ അവസാനമായി അടക്കിയ സ്ഥലമാണ്, അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ബഹുമാനം നൽകണം. അതിന്റെ ഭാഗമായി വേലി കെട്ടിത്തിരിച്ച് പെട്ടെന്ന് തന്നെ വേലി കെട്ടിത്തിരിക്കാനാണ് ഒരു തീരുമാനമായിട്ടുള്ളത്. ഇപ്പോൾ പശുക്കളും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളും ഒക്കെ അവിടെ കയറുന്നുണ്ട്. അതെല്ലാം തടയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വേലി കെട്ടിത്തിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. SKN മറ്റൊരു കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. ഈ പ്രദേശത്ത് ഏതാണ്ട് ഇപ്പോൾ തിരച്ചിൽ തുടങ്ങിയിട്ടില്ല. 90% തിരച്ചിൽ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഉരുൾപൊട്ടിയതിന്റെ ഉത്ഭവ കേന്ദ്രമാണ്, പ്രഭവ കേന്ദ്രമാണ് ആ കാണുന്നത്. ആ മേഖല പൂർണ്ണമായി ഇന്നലെ മേജർ ഇന്ദ്രബാലൻ ആ പ്രദേശം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കടക്കം മുന്നറിയിപ്പ് നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മേഖലയിൽ ഇനിയും വലിയൊരു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനിയും പാറക്കഷ്ണങ്ങൾ അടർന്നു നിൽക്കുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മഴ കനക്കുമ്പോൾ കൃത്യമായ ജാഗ്രത ഈ മേഖലയിലൂടെ വേണമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് പരിശോധന, മുണ്ടക്കൈ മേഖലയിൽ പരിശോധന നടക്കുന്നുണ്ടെങ്കിലും സ്വാഭാവികമായി അത്തരത്തിലുള്ള പരിശോധനകളിൽ കാര്യമായ രീതിയിലുള്ള എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും സമാനമായ രീതിയിൽ എവിടെ കുറച്ച് പോയിന്റുകൾ സൈന്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകളിലായിരിക്കും കൃത്യമായ രീതിയിലുള്ള പരിശോധന നടക്കുക. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഇങ്ങോട്ട് അല്പസമയത്തിനകം എത്തിച്ചേരും. കുറച്ച് സംഘങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളൂ. അതിനുശേഷമായിരിക്കും ആ ഒരു തിരച്ചിൽ നടക്കുക. കുറച്ച് സംഘങ്ങൾ പുഞ്ചിരിമട്ടത്തേക്കും പോയിട്ടുണ്ട്. അവിടെയും 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 90% ഈ മേഖലയിലെ പുഞ്ചിരിമട്ടത്തെയും അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന മുണ്ടക്കയിലെയും ഈ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെടുക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണെന്ന് അറിയിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ ഏത് തരത്തിൽ വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കൂടിയാലോചന, സൈന്യവുമായി കൂടിയാലോചന നടക്കുകയാണ് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ വിഷമത്തോടുകൂടി, വളരെ വേദനയോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ പറയാൻ കഴിയുന്നത്, കൂടുതൽ ആളുകൾ ഒരുപക്ഷെ മണ്ണിനടിയിലുണ്ടാകാം, പക്ഷേ അവരെ കണ്ടെത്തുക എന്നത് ഈ ഒരു ഘട്ടത്തിൽ അസാധ്യമാണ് എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ, മുണ്ടക്കയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാനാവുക. SKN.